അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ യാ റബ്ബൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ മാന്യ പ്രേക്ഷകർക്ക് തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന റംസാൻ മൊഴിമുത്തുകൾ അഥവാ അൽ ബയാൻ എന്ന റമളാനിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമായ അൽ ബയാനിൻ്റെ 22ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, ഓരോ ദിവസവും നാം പഠിക്കുന്ന ഇൽമുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എഴുതിയെടുക്കുന്ന പ്രാർത്ഥനകൾ നിരന്തരം അതുമായൊരു ബന്ധം അള്ളാഹു നമുക്ക് തന്ന് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെ നാം പഠിച്ചത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ യാസീനിൻ്റെ 60, 61, 62 ആയത്തുകളാണ്. പിശാചിനെ കുറിച്ച് പറഞ്ഞു തീർന്ന ഉടൻ പിന്നെ യാസീൻ നമ്മോട് പറയുന്നത് മറ്റൊരു അത്ഭുതത്തെ സംബന്ധിച്ചാണ്. ഞാനും നിങ്ങളും എല്ലാവരും ഭയപ്പെടുന്ന അത്ഭുതത്തെ സംബന്ധിച്ചാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇന്നലെ നാം പറഞ്ഞ പിശാചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞു തീർന്ന ഉടൻ അള്ളാഹു പറയുകയാണ്, ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഇതാണ് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന നരകം. ഹാദിഹി ജഹന്നമുല്ലതി, ഇതാണ് നിങ്ങളോട് ഞാൻ ഭയപ്പെടുത്തി അറിയിച്ചിരുന്ന മുന്നറിയിപ്പ് തന്നിരിക്കുന്ന നരകം ഇതാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധവും നന്ദികേടും കാണിച്ചതിൻ്റെ പേരിൽ ആ നരകത്തിൽ കിടന്നുകൊണ്ട് വെന്ത് എരിയുകയാണ്. എന്തൊരത്ഭുതം! ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. അപ്പം ഇതിലേക്ക് കടക്കുന്ന ജനങ്ങൾ മുഴുവനും ആരെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? ഇബ്ലീസിനെയാണ്. അവൻ്റെ തന്ത്രമാണ് കേൾക്കുന്നത്, അവൻ്റെ വശീകരണ ശക്തിയിലാണ് വീണു പോകുന്നത്. അതിൽ വീണുപോയാൽ തകർന്നുപോയി. അങ്ങനെ ഇബ്ലീസിൻ്റെ വശീകരണ ശക്തിയിൽ വീണവർക്ക് അൽ ബയാൻ കൊണ്ട് നേട്ടമില്ല, അൽ ജവാബ് കൊണ്ട് നേട്ടമില്ല, പള്ളിയിലെ നസീഹത്തുകൾ കൊണ്ട് നേട്ടമില്ല. ചോദിക്കും, അൽ ബയാൻ കാണലുണ്ടോ? നൗഷാദ് ബാക്കവിയുടെ അൽ ബയാൻ അല്ലെങ്കിൽ അൽ ജവാബ് കാണലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ധിക്കാരത്തോടു കൂടി ചില ജനങ്ങൾ പറയില്ല, ഓ അതൊന്നും കാണേണ്ട കാര്യമൊന്നും നമുക്കില്ല, അതൊക്കെ ചില വിവരമില്ലാത്ത സ്ത്രീകൾക്ക് അവരെ കളിപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് എന്ന് ചില മടയന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ്? തലച്ചോറ് നിറച്ച് ഇബ്ലീസ് ജീവിക്കുന്നത് കൊണ്ടാണ്. ആ ഇബ്ലീസ് അവിടെ രക്തത്തിലൂടെ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ്. അള്ളാഹു തന്നെ പറയുകയില്ലേ, എത്രത്തോളം നന്മയിൽ നിന്ന് മനുഷ്യരെ അകറ്റി 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 കൊണ്ടുപോയിട്ട് ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, ആ ഇബ്ലീസ് അവരെ കൊണ്ടുവന്നിട്ട് അവസാനം അള്ളാഹു പറയുന്നു, നിങ്ങളുടെ നരകം ഇതാണ്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ നരകം ഇതാണ് എന്ന് പറഞ്ഞ് അതിൽ കിടന്ന് കത്തിയെരിയാൻ അള്ളാഹു അവരോട് പറയുമെങ്കിൽ പടച്ച തമ്പുരാൻ നരകമോചനത്തിൻ്റെ പത്തിൽ വളരെ ഭവ്യതയോടെ അൽ ബയാൻ എന്ന പ്രോഗ്രാമിൻ്റെ 22ാമത് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അള്ളാഹു നരകമോചനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് നരകത്തെക്കുറിച്ച് ഓർത്ത് കരയാത്തത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ കരയാതെ ഒരു ദിവസം അവർ ഉറങ്ങിയിരുന്നില്ല. എന്തിനാണ് കരഞ്ഞത്? പട്ടിണി ആയതുകൊണ്ടും കഷ്ടപ്പാടായതുകൊണ്ടും മാത്രമല്ല, നരകത്തെ ഭയന്ന് കരഞ്ഞ് കഴിയാത്തവർ വളരെ വിരളമായിരുന്നു സഹോദരങ്ങളെ. ചിന്തിച്ചു നോക്കണം, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നമുക്കെത്ര പേടിയുണ്ട്, നമുക്കെത്ര ഭയമുണ്ട്, നമുക്ക് വല്ലാത്ത ലാഘവമാണ്. ഈ പ്രധാനപ്പെട്ട റമളാനിൻ്റെ നരകമോചനത്തിൻ്റെ 10 നമ്മളോട് വിട പറഞ്ഞാൽ ആ ഒരു അസുലഭ സന്ദർഭം പിന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ ഓരോ ദിവസവും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ എന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് പറയണം, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് വളരെ വേദനയോടുകൂടി ഒരു 100 പ്രാവശ്യമെങ്കിലും റമളാൻ തീരുന്നത് വരെ അവസാന 10 ഓരോ ദിവസവും പറയണം. വളരെ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. നരകത്തിലേക്ക് പോകുന്നവർ മരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടയാളങ്ങളെ അള്ളാഹു കൊടുക്കുമെന്നാണ്. അവന് വല്ലാത്ത വെപ്രാളമായിരിക്കും. അവൻ്റെ കണ്ണുകൾ അസ്രായിലിനെ കണ്ട് പുറത്തു വരുന്നതോടൊപ്പം തന്നെ നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥകൾ കണ്ട് പുറത്തേക്ക് വരും. അവന് നരകത്തിൻ്റെ തീ അള്ളാഹു കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ മരണപ്പെടുന്ന സമയത്ത് കൈകാലുകളിട്ടടിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആ ഭയാനകരമായ നരകത്തിൻ്റെ ചിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തുകൊണ്ട് ചിലരെ മരിപ്പിച്ചു
നശിപ്പിച്ച് കളയുന്നതാണ്. വളരെ സങ്കടമുണ്ട്, വളരെ വേദനയുണ്ട്. നാം എന്നിട്ട് പോലും അതറിയാതെ നരകത്തിന് വേണ്ടി മനഃപൂർവ്വം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ജീവിക്കുകയല്ലേ. പലിശ, കള്ളുകുടി, വ്യഭിചാരം, പിന്നെ ഇബാദത്ത് ഒഴിവാക്കുക, അള്ളാഹുവിൻ്റെ പള്ളിയുമായി അകന്നു കഴിയുക, നസീഹത്തുകളെ പുല്ലുപോലെ വലിച്ചെറിയുക, ഈ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണുന്നു. നരകത്തെ പേടിയില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ ദിവസവും ഒരാൾ മരണപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഈ എപ്പിസോഡിൽ നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടത് കേരളത്തിൽ ഏകദേശമുള്ള സഹോദരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഇനി കുറച്ച് പേരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഉമ്മപെങ്ങന്മാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയണം, സ്വർഗത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടത്. നിങ്ങൾ ആ പിതാവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ദുആരക്കേണ്ടത്, അള്ളാഹുവേ എനിക്ക് സ്വർഗം കണ്ടു മരിക്കണം, ഒരിക്കലും നരകം കണ്ട് എനിക്ക് മരിക്കണ്ട. ഓരോരുത്തരും തീരുമാനിക്കണം. നരകം കണ്ടു മരിക്കുന്നവർ അവസാന 10 തന്നെ നോമ്പ് പിടിക്കാൻ താല്പര്യമില്ലാത്തവരാകും, ഇഅ്തികാഫിന് താല്പര്യമില്ലാത്തവരാകും. കാരണം എന്ത്? ഇതൊക്കെ ചെയ്യുമ്പോൾ നരകം അകന്നു പോകും, ഇത് ചെയ്യാതിരിക്കുമ്പോൾ നരകം അടുത്തു വരും. അങ്ങനെ അടുത്തോ അകന്നോ എന്ന് നിങ്ങൾ ഈ അവസാന ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. തലയുടെ ഒരു മുടി പോലും പുറത്ത് കാണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങരുത്. വളരെ ഭവ്യതയോടെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്ത്, ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത്, സ്വലാത്ത്, ദിക്ർ, മജ്ലിസിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സജീവമായി നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിന് ചോദിക്കണം. റമദാൻ കഴിഞ്ഞാലും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സലാം വീട്ടിയിട്ട് ചലിക്കാതെ അനങ്ങാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറയണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത്തഹിയാത്തിൽ ഇരുന്ന് സലാം വീട്ടി കഴിഞ്ഞാൽ അതേ ഇരുത്തത്തിലിരുന്ന് അനങ്ങാതെ ചലിക്കാതെ എഴുന്നേറ്റ് പോകാതെ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറയുക. ഇത് നരകമോചനത്തിന് ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇന്ന് നാം പഠിക്കുന്നത് 23-ാം രാവിൻ്റെ തറാവിഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അതുപോലെ 23-ൻ്റെ അന്ന് പകൽ നിങ്ങൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയും അതിൻ്റെ പുണ്യവും അതിൻ്റെ വിശാലമായ അർത്ഥവ്യാപ്തിയും വിശദീകരണവുമാണ്. അതിനു മുമ്പ് ഇന്നത്തെ മനോഹരമായ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി BE, BTech, ME, MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362 09431502266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari District. Arafa Gold, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. കൃഷ്ണതുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക്. കൃഷ്ണതുളസി കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ ചുമ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും. കൃഷ്ണ തുളസി കഫ് സിറപ്പ്. നോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ പ്രോഗ്രാം അൽബയാനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നതിനാണല്ലോ തറാവീഹ്. എന്നാൽ അത് 4 റക്അത്ത് വീതം നിസ്കരിച്ച് സലാം വീട്ടി 20 ആക്കിയാൽ ശരിയാകുമോ? അതും ഒരു വളരെ നല്ല സംശയമാണ്. ജനങ്ങളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. 2 റക്അത്ത് വെച്ച് നിസ്കരിച്ച് 10, പിന്നെ 10 അങ്ങനെ നിസ്കരിക്കലാണ് തറാവി എന്ന് പറയാം. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴാണ് പിന്നെ അടുത്ത റക്അത്തിന് വേണ്ടി എണീക്കുക. അങ്ങനെ തന്നെയാണ് തറാവീൻ്റെ രൂപവും രീതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ 4 റക്അത്ത് നിസ്കരിച്ച് ഒരുമിച്ച് സലാം വീട്ടി പിന്നെ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിച്ച് സലാം വീട്ടി അങ്ങനെ നിസ്കരിക്കുന്നത് തറാവി അല്ല. ആ തറാവി ശരിയാവുകയില്ല.
തറാവീഹിൻ്റെ ഇടയിൽ പറയുന്ന സ്വലാത്തും ദുആയും റക്അത്തിൻ്റെ എണ്ണം കണക്കാക്കാൻ ചൊല്ലുന്നതാണോ അതോ മറ്റേതെങ്കിലും അടിസ്ഥാനത്തിലുള്ളതാണോ? റക്അത്തിൻ്റെ എണ്ണം തെറ്റിപ്പോകാതെ 2, 4, 6 എന്ന് കൃത്യമായി കണക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ല ഇടയിൽ സലാത്തും മറ്റുമൊക്കെ പറയുന്നത്. അപ്പോൾ സാധാരണ സഹാബികൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് 2 നിസ്കരിച്ചിട്ട് പിന്നെ കുറേ നേരം വിശ്രമിക്കും. ആ സമയത്ത് ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അടുത്ത വീണ്ടും അങ്ങനെ നിസ്കരിക്കും. അങ്ങനെയാണ് ചെയ്തത്. നമ്മളിപ്പോൾ വളരെ വേഗം 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1:20 മിനിറ്റൊക്കെ കൊണ്ട് നമ്മുടെ നിസ്കാരത്തെ പൂർത്തിയാക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് സലാം വീട്ടി കൈകെട്ടി, 2 റക്അത്ത് നിസ്കരിച്ച് വീണ്ടും എഴുന്നേറ്റ് സലാം വീട്ടി കൈകെട്ടി, അങ്ങനെ വരുമ്പോൾ ആ ബന്ധം മുറിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുക. മാത്രമല്ല അതിനിടയിൽ ഒരു ഉണർവും ഉന്മേഷവും കിട്ടാൻ സ്വലാത്ത് നല്ലതായത് കൊണ്ടാണ് അത് വെച്ച് പുലർത്തുന്നത്. ഇനി അങ്ങനെ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ തറാവീഹ് ആകില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തറാവീഹ് ആകും. ഇടയ്ക്ക് സലാത്ത് ചെല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സലാത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദവും ഒരു ഉന്മേഷവും തറാവീഹിൻ്റെ ഒരു ആവേശവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഉള്ളവർ അതിനെ ഒഴിവാക്കാൻ വേണ്ടി മെനക്കെടേണ്ടതില്ല. വജ്ജഹത്തിന് മുൻപ് ബിസ്മി ചൊല്ലേണ്ടതുണ്ടോ? ബിസ്മി ഓതുക ഷാഫി മദ്ഹബ് പ്രകാരം ഫാത്തിഹയിൽ നിർബന്ധമായതാണ്. വജ്ജഹത്തുവിന് ബിസ്മിയില്ല. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, കൈ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം വജ്ജഹത്തു വജിയലില്ലതി ഫത്തറ സമാവാത്തി എന്ന് തുടങ്ങണം. അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് വജ്ജഹത്തു ഓതാൻ നിൽക്കേണ്ട. ഇനി ഒരാൾ വജ്ജഹത്തുവിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ അയാൾക്ക് വജ്ജഹത്തു ഓതൽ സുന്നത്തില്ല. പിന്നെ അയാൾ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹ് മുതൽ ഫാത്തിഹ ഓതണം. വജ്ജഹത്തു ഒഴിവാക്കണം. വജ്ജഹത്തു പിന്നെ ഓതേണ്ട കാര്യമില്ല. വജ്ജഹത്തുവിന് മുമ്പ് പ്രത്യേകിച്ച് ബിസ്മി ചൊല്ലൽ നിർബന്ധവും ഇല്ല, സുന്നത്തുമില്ല. ഫാത്തിഹയിലാണ് ബിസ്മി ചൊല്ലേണ്ടത്. ഞാൻ ഒരു ഡോക്ടറാണ്. ചികിത്സയുടെ കാര്യമായി പലപ്പോഴും സ്ത്രീകളുടെ നഗ്നതകൾ നോക്കേണ്ടി വരുന്നു. നോമ്പുകാരനായ ഞാൻ എങ്ങനെയാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ നോമ്പിനെ ഇത് ബാധിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് തരുന്നത്. കാരണം ഇത്രത്തോളം ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ, വിശ്വാസികളായി നോമ്പുകാരായി അല്ലേ? അങ്ങനെയുള്ള ഡോക്ടർമാർ ഞങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ ചികിത്സിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കട്ടെ, ജോലിയിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ, സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ, ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കട്ടെ. ആ ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സ്ത്രീകളെ കണ്ടാലും അപ്പോൾ ആ സ്ത്രീകളുടെ ചില ഭാഗങ്ങളിലേക്ക് നോക്കാൻ പാടില്ലാത്ത ചില ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ ചില ഡോക്ടർക്ക് നോക്കേണ്ടി വരും. ചിലപ്പോൾ വയറ്റിൽ ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തി പിടിച്ച് നോക്കേണ്ടി വരും. ചിലപ്പോൾ നെറ്റിയിൽ കൈവച്ച് നോക്കേണ്ടി വരും. ചിലപ്പോൾ തിരിഞ്ഞിരുത്തിയിട്ട് മുതുകിൻ്റെ ഭാഗത്ത് തൊടേണ്ടി വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നോമ്പുകാരനായ എൻ്റെ നോമ്പിനെ ബാധിക്കുമോ എന്ന വളരെ നല്ല സംശയം. ആ സഹോദരൻ ഇത് ചെയ്യുന്നത് കൊണ്ട് നോമ്പിനെ ബാധിക്കില്ല. വളരെ ശ്രദ്ധിക്കണം. നിർബന്ധ സാഹചര്യം ആയതുകൊണ്ട് പരസ്പരം ഇത് കാണലും തൊടലും ഒക്കെ അനുവദനീയമാണ്. പക്ഷേ ഹറാമായ രീതിയിലേക്ക് അതിനെ എത്തിക്കുന്നതും എത്തിക്കാതിരിക്കുന്നതും ഡോക്ടറുടെ മനസ്സാണ്. ഡോക്ടറുടെ മനസ്സിൻ്റെ ചിന്തയാണ് നിങ്ങളെ നോമ്പിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കാനും ഉണ്ടാക്കാനും ഈ സമയത്ത് പ്രേരകമാകുന്നത് മനസ്സാണ്. ആ മനസ്സിനെ നിങ്ങളുടെ കടിഞ്ഞാണിൽ തന്നെ പിടിച്ചു നിർത്തി വേറെ ഒരു ചിന്തയും വരാതെ വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നോമ്പിന് ഒരു തകരാറും വരില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു മോശമായ ഒരു സെക്കൻഡ് ചിന്ത വന്നാൽ നോമ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യം, നോമ്പുകാരൻ അല്ലെങ്കിൽ നോമ്പുകാരി ഏത് സമയത്ത് കുളിക്കലാണ് നോമ്പിന് സുരക്ഷിതത്വം? നോമ്പ് സമയത്ത് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിന് കുളിക്കാൻ പറ്റിയ സമയം അത് രണ്ടുമാണ്. കാരണം ഈ 2 സമയത്ത് നമുക്ക് ധൈര്യമായി നമ്മുടെ ശരീരങ്ങൾ തേച്ച് കഴുകാം, വെള്ളം അമിതമായി ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. നോമ്പിനെ അത് ബാധിക്കില്ല. കാരണം അത് നോമ്പിൻ്റെ ടൈമല്ല. ഇനി നോമ്പ് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ അതിരാവിലെ കുളിക്കണം. ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ വേണ്ടി നിൽക്കരുത്. നോമ്പ് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ, നോമ്പുകാരനാണെങ്കിൽ അതിരാവിലെ കുളിക്കലാണ് നല്ലത്. പിന്നെ വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്ത്രീകൾക്കൊരു കുളിയുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. ഉച്ചയ്ക്ക് ശേഷം കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോമകൂപങ്ങളിലൂടെ വെള്ളം അകത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. മുങ്ങിക്കുളി ഒരിക്കലും പാടില്ലാത്തതുമാണ്. റമളാൻ മാസത്തിൽ പോലും കള്ളുകുടി നിർത്താത്ത ഭർത്താവിൻ്റെ ദുർഗുണം മാറുന്നതിന് വേണ്ടി എന്ത് ദുആയാണ് ചൊല്ലേണ്ടത്? ആ പ്രിയപ്പെട്ട സഹോദരി വളരെ വിഷമത്തിലാണ്. അങ്ങനെ ആ സഹോദരി മാത്രമല്ല, ഒരുപാട് സഹോദരിമാർ, 100 കണക്കിന് കത്തുകളുണ്ട്. ഈ ഭർത്താക്കന്മാരുടെ കള്ളുകുടി, ഇവരെല്ലാം രക്ഷപ്പെട്ട് ഹിദായത്തിലായി നിസ്കാരം നോമ്പൊക്കെയാണ്. പക്ഷെ അത് നിർത്തുന്നില്ല.
അവരെ കൊണ്ട് പറയാൻ പറ്റുന്നത് ചെയ്യുന്നു, ചികിത്സിക്കാൻ പറ്റുന്നത് ചെയ്യുന്നു, കുടുംബക്കാർ ഇടപെടേണ്ടത് ഒക്കെ ചെയ്യുന്നു, എന്നിട്ട് രക്ഷയില്ല ഉസ്താദെ. അപ്പോൾ ഒരു സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് മാറണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട്, ആ കള്ളുകൂടി ഒഴിവാകണം, നിർബന്ധമായും ഒഴിവാകണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ എല്ലാ ദിവസവും എൻ്റെ ഭർത്താവ് ഈ ഒരു ദുർഗുണത്തിൽ നിന്ന് മാറണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഒരു 11 ഫാത്തിഹ വെച്ച് ഓതി ഈ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി സഹോദരിമാർ ദുആ ചെയ്യുക. അള്ളാഹു ആ ദുർഗുണത്തിൽ നിന്നും ആ ഭർത്താക്കന്മാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവസാനത്തെ ചോദ്യമാണ്, ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. നോമ്പുകാരിയായി ക്ലാസ്സിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അന്യപുരുഷന്മാരുമായിട്ടൊക്കെ ബന്ധം പുലർത്തേണ്ടി വരുന്നുണ്ടല്ലോ. നോമ്പുകാരിയായ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചോദ്യമായിരുന്നു. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ആശങ്ക, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് ചെല്ലുമ്പോൾ പുരുഷന്മാർ ആൺകുട്ടികളുമായി സംസാരിക്കേണ്ടി വരുന്നു, സഹകരിക്കേണ്ടി വരുന്നു, നോട്ട് അതുപോലെ പേന ഒക്കെ കൈമാറ്റം നടത്തേണ്ടി വരുന്നു, പലപ്പോഴും അവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടിയും വരുന്നു. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നോമ്പുകാരിയായി സ്കൂളിലേക്ക് പോകുമ്പോൾ സാധാരണ സമയത്ത് പോകുന്ന സമയത്ത് അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നതിൻ്റെ ഒരു അംശം പോലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നോമ്പുകാരിയാണ് അല്ലെങ്കിൽ പോലും അന്യപുരുഷന്മാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെയും ക്ലാസ്സിൻ്റെയും ഒക്കെ അന്തരീക്ഷം വെച്ച് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഹറാമ് തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരുമായി സംസാരിക്കാനോ യാത്ര ചെയ്യാനോ സമ്പർക്കം പുലർത്താനോ ഒന്നും പാടില്ല. അത് നിങ്ങൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നോമ്പിൻ്റെ പ്രതിഫലത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. Nurul Islam University, BE BTech, ME MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362. 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. ഈ പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കൂ. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. അരഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. ഈ ഐശ്വര്യത്തിന്റെ രഹസ്യം കൃഷ്ണ തുളസി ഹെയർ ടോണിക്. കൃഷ്ണ തുളസി ഹെയർ ടോണിക് ഒരു MVM ഉൽപ്പന്നം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. MK Fabrics, MK Towers, Convent Road, Kollam. കരുണക്കടലായ പടച്ചതമ്പുരാൻ, ആലിമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിൻ്റെ വിഷയത്തിൽ നമുക്ക് വല്ല കുറവുകളും ഉണ്ടെങ്കിൽ ഈ ചെറിയ ഒരു കുറഞ്ഞ സമയമാണെങ്കിലും ഈ ചോദ്യോത്തര വേളയിലൂടെ അത് അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. ധാരാളം സംശയങ്ങൾ, അറിവില്ലാത്തവരുണ്ട്, അറിവുള്ളവരുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. എത്ര പഠിച്ചാലും തീരാത്തതാണ് ദീനിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യവും, ഓരോ സംശയവും നമുക്ക് പുതിയ പ്രചോദനമാകണം, ഓരോ ഉത്തരവും നമുക്ക് പുതിയ പ്രലോഭനമാകണം. അള്ളാഹു ഇബാദത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മനസ്സ് ഈ ചോദ്യോത്തര വേളയിലൂടെ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ 23-ാം രാവാണ് ഇന്ന്. 23-ാം രാവെന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്.
ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇതെല്ലാം ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വളരെ ത്യാഗത്തോടു കൂടി തന്നെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കണം. പരിശുദ്ധ റമദാനല്ലേ, ശരീരത്തി ക്ഷീണിക്കട്ടെ, ശരീരത്തിലെത്തി ബുദ്ധിമുട്ടൊക്കെ വരട്ടെ, റമദാന് വേണ്ടി ഉറക്കമൊഴിയുമ്പോൾ നമുക്ക് അള്ളാഹു നേട്ടങ്ങൾ എന്തായാലും തരുമല്ലോ. 23-ാം രാവിൻ്റെ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തിറക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം സ്വർഗത്തിലെ ഒരു പട്ടണം അള്ളാഹു കൊടുക്കുമെന്നാണ്. സ്വർഗത്തിലെ ഒരു മനോഹരമായ പട്ടണം അള്ളാഹു അവന് കൊടുക്കുമെന്നാണ്. മനോഹരമായ എല്ലാ വിഭവങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന ഒരു പട്ടണം അള്ളാഹു അവന് കൊടുക്കുമെന്നാണ്. അത് തറാവീഹ് നിസ്കരിച്ചവർക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. 24-ാമത്തെ തറാവീഹിന് ഇതുവരെ പറയാത്ത ഒരു വലിയ പ്രത്യേകതയുണ്ട്. 24-ാമത്തെ തറാവീഹ് നിങ്ങൾ നിസ്കരിച്ചിറങ്ങിയാൽ, അഥവാ നാളത്തെ തറാവീഹ് നിങ്ങൾ നിസ്കരിച്ചിറങ്ങിയാൽ, അത് ഇറങ്ങിയിട്ട് ഈ പ്രോഗ്രാം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് മാത്രം ഒരു അത്ഭുതകരമായ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നുണ്ട്. അത് നാളെ പറയും, ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുക. 23-ാമത്തെ നോമ്പുകാരായി പകലിൽ നിങ്ങൾ ചൊല്ലാനുള്ള ദുആ പറയാൻ പോകുന്നു. എഴുതിയെടുക്കണം. അറബി അക്ഷരങ്ങൾ ഞാൻ വ്യക്തമായി ഉച്ചാരണ ശുദ്ധിയോടെ പറഞ്ഞു തരുമ്പോൾ അറിവുള്ളവർ അതനുസരിച്ച് തന്നെ എഴുതുക. അല്ലാത്തവർ കഴിവിൻ്റെ പരമാവധി മലയാളത്തിൽ എഴുതുമ്പോൾ ഈ അക്ഷരം തെറ്റാതെ സൂക്ഷിക്കുക. അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ്. അല്ലാഹുമ്മ അഗ്സിൽനി ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ്. ഓസിൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുള്ള പിന്നെ ഐനാണ്, ഓയിൻ കഴുകുക എന്ന അർത്ഥത്തിൽ. അല്ലാഹുമ്മ യഗ്സിൽനി, അല്ലാഹുമ്മ അഗ്സിൽനി, അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ്, അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ് വത്വഹിർനി മിനൽ ഉയൂബ്. അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ് വത്വഹിർനി മിനൽ ഉയൂബ്. അർത്ഥം പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ, യഗ്സിൽനി നീ എന്നെ കഴുകേണമേ, മിനദ്ദുനൂബി പാപത്തിൽ നിന്നും നീ എന്നെ കഴുകേണമേ. 23-ാം രാവിൽ 23-ന്റെ പകലിൽ നിങ്ങൾക്ക് ചൊല്ലാനുള്ള മനോഹരമായ ദുആയാണ്, തട്ടിക്കളയണ്ട. അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ്, പാപത്തിൽ നിന്നും എന്നെ നീ കഴുകി വെടുപ്പാക്കണമേ. വത്വഹിർനി മിനൽ ഉയൂബ്, അപാകതകളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരണം നടത്തണമേ. അപാകതകൾ, ന്യൂനതകൾ, അതിൽ നിന്നും നീ എന്നെ ശുദ്ധീകരിക്കണമേ. അല്ലാഹുമ്മ അഗ്സിൽനി മിനദ്ദുനൂബ്, പാപക്കറകൾ നീ എനിക്ക് കഴുകിത്തരയണമേ. വത്വഹിർനി മിനൽ ഉയൂബ്, ന്യൂനതകളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരണം നടത്തണമേ എന്ന മനോഹരമായ ദുആ പരിശുദ്ധ റമദാനിൻ്റെ 23-ന്റെ പകലും രാത്രിയുമായി സജീവമായി നിങ്ങൾ ചൊല്ലുക. അള്ളാഹു നമ്മുടെ ഖൽബ് പ്രകാശിപ്പിച്ച് തരട്ടെ. ശരീരത്തെ ന്യൂനതകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ദുആയും പഠനവും ചോദ്യോത്തരങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല. പരിശുദ്ധ റമദാനിൻ്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വിട്ടുകൊടുക്കാതെ വളരെ സജീവമായി ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്നവർക്ക് അൽഹംദുലില്ലാ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അധികം ഉയരത്തിലേക്ക് എത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും പടവുകൾ പടന്ന് ചെല്ലാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ അവർക്ക് പഠന പ്രചോദനം കൊടുക്കുന്ന ആ സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി നാളെ ഇതേ പ്രോഗ്രാം, ഇതേ എപ്പിസോഡ് നിങ്ങൾ കാണാൻ വന്നിരിക്കുമ്പോൾ 24-ാമത്തെ തറാവീഹിൻ്റെ അത്ഭുതകരമായ ഒരു പ്രത്യേക ശ്രേഷ്ഠത ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ അതൊക്കെ അയക്കേണ്ടുന്ന വിലാസം AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം PO, ചിറയിൻകീഴ്. പള്ളിയിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ AM നൗഷാദ് ബാക്കവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ സാധുവിനെയും എൻ്റെ മരണപ്പെട്ട ഉപ്പായെയും എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്നവരെയും മറക്കരുതേ എന്ന അഭ്യർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.